എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമെന്നും കൂടി വിചാരിക്കുന്നു. അപ്പം ഞായറാഴ്ചക്കത്തെ വീഡിയോ ആട്ടോ ഇത് എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയോണ്ട് കേട്ടോ ഇത്രയും ടൈമായത്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഷൈചേട്ടന് ബിരിയാണി തിന്നാനായിട്ടുള്ള പൂതി കൊണ്ട് ഇന്ന് ബിരിയാണി വെച്ചാൽ മതി പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് എവിടുന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ അത് മനസ്സിലായത്. പിന്നെ ഇവിടെ ബിരിയാണി വെക്കാൻ ഒരൊറ്റ ആളുള്ളൂ, ഞാൻ മാത്രം. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി പഠിച്ചു. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത് എൻ്റെ വലിയച്ഛൻ്റെ മോള് എനിക്ക് തന്നതാട്ടോ. എൻ്റെ മുത്തേച്ചി തന്ന ബിരിയാണി പോട്ടാട്ടോ, അതിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോവാട്ടെ. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ കരിപ്പൂർ വിമാനത്താവളം കാണാൻ. വിമാനത്താവളത്തിൻ്റെ അടുത്തേക്കല്ല കേട്ടോ, വിമാനത്തിൻ്റെ ഒരു സൈഡ് ഭാഗമുണ്ട്. അപ്പോൾ അവിടെ വിമാനം വന്നിറങ്ങണം പോകണമൊക്കെ കാണാൻ പറഞ്ഞിട്ട് ഷൈചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. കാശിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കേട്ടോ അവിടെ പോയി കാണാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കൊണ്ടോട്ടിക്ക് ബസ് കയറിയിട്ടോ. അങ്ങനെ വണ്ടി കയറിയാൽ ഉറക്കിൻ്റെ മെയിൻ ആളെ കാണിച്ചത് കേട്ടോ. ഭയങ്കര ഉറക്ക, വണ്ടി കയറിയ ഉറക്ക്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി എണീക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയുള്ള ഒരാളാട്ടോ. നമ്മൾ അല്ലാതെ വീട്ടിലൊക്കെ ഇരുന്നാൽ തോളിലിട്ടാലോ അല്ലെങ്കിൽ അതുപോലെ തൊട്ടിലിട്ടാലോ ഉറങ്ങിയേ ഇല്ല, അങ്കി കൊടുത്താലോ അങ്ങനെ ഇങ്ങനെയൊന്നും ഉറങ്ങാത്തൊരു മനുഷ്യൻ വണ്ടി കയറി ഉറങ്ങും. അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി വന്നിറങ്ങി. അവിടെ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിമാനത്തിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കി തരുമെന്ന് ഈ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചിട്ട് പോവുകയാണ്. പക്ഷെ വേറൊരു ഇവിടെ എത്തിയപ്പോഴും കഴിച്ചിട്ട് പറഞ്ഞു ഈ ഒരു സ്ഥലം വേറൊരു സ്ഥലം ഉണ്ട് ഒരു കോളേജിൻ്റെ അടുത്ത്, ഇതിലും നമുക്ക് നന്നായിട്ട് വിമാനം ഇറങ്ങണതും അതിൻ്റെ പോണതും അങ്ങനെയൊക്കെ അടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞ്. ആ ഒരു സ്ഥലത്തല്ല ഞങ്ങളെ കൊണ്ടാക്കിയത്, ഒരു വേറെ ഒരു ഭാഗം കേട്ടോ. വിമാനം വന്നിറങ്ങി പോകണ കാണാൻ പറ്റിയ വേറൊരു ഭാഗം. അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ അപ്പുറമുള്ള കുന്നും മലയൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം കേട്ടോ. ഞാനിവിടെയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ടൂറ് പോയത് കൊടൈക്കനാൽ അങ്ങനെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോയത്. ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് 7 കൊല്ലമായി. കാശി കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് കൊണ്ടുപോയതാണ്. ഇവിടെ പിന്നെ അധികം ആൾക്കാരെയൊന്നും കാണാനില്ല. ഈ ഒരു ഭാഗത്ത് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ആൾക്കാരൊന്നും വരില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങൾ ഓരോന്നുണ്ടേനോ, വന്നത് പെട്ടോ ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര സംശയമായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയപ്പോൾ ഇറക്കി തന്ന സ്ഥലം നിന്നിട്ടാണ്. ഇവിടെ നിന്നിട്ട് ഈ ഒരു സൂര്യനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ സൂര്യൻ ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ആ സൂര്യന് ഒന്ന് വീഡിയോയിൽ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. ഞാൻ സൂം ചെയ്തതാണ്, ഇത്രയും ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലോട്ടേക്ക് വന്നു കേട്ടോ. പാർക്കിലൊന്നും ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങളും വേറെ ഒരു ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു. ഈ ഒരു കീഞ്ഞിറങ്ങുന്നതിൽ കാശിക്ക് ഇരിക്കാൻ പേടിയുണ്ട്. ചെറുതായിട്ട് 2 ഭാഗത്തൊരു പൊന്തലും താഴ്ചയുള്ളതുകൊണ്ട് ഓന് കീഞ്ഞിറങ്ങാനൊരു പേടി കിട്ടും. പക്ഷേ ചേട്ടാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ഞാനതൊരു വീഡിയോ എടുത്തതാട്ടോ. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കമൻറ്റിൽ പറയണേ. ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വിമാനം കാണാനായിട്ട് കുറേ നേരമായി വന്നിരിക്കുന്നത്. ഒരു വിമാനം പോയിട്ട് അതിൻ്റെ ഒരു സൗണ്ട് പോലും കേൾക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ ടൈം പോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിമാനം കാണാൻ വന്നിട്ട് ചമ്മി പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ആകാശത്തിൻ്റെ മേലോട്ട് പറന്നൊരു വിമാനത്തിന് ഞാൻ കാണുന്നത്. പിന്നീട് ഇതാ കുറേ കഴിഞ്ഞപ്പോൾ ഓരോ ഫാമിലി ഇതങ്ങനെ വന്നു കേട്ടോ. കുറേ കുട്ടികളും പാർക്കിൽ ഇപ്പോൾ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ ആ പാർക്കിംഗ് സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ഫാമിലീസും വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്തു. നേരെ ഇങ്ങോട്ട് ആരും വരില്ല. വൈകുന്നേരമായപ്പോൾ ഒരുപാട് ആൾക്കാർ വണ്ടിയുള്ളവരാട്ടോ കൂടുതലും. അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും തിന്നിട്ടാവുക ഇനി ഇവിടെ വന്നിരിക്കില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ ഏതായാലും അടുത്തുള്ള തട്ടുകട പോലത്തെ ഒരു കടയിൽ കയറി. അപ്പോൾ കാശിക്ക് ഫ്രൂട്ടി മതി പറഞ്ഞിട്ടോ ഫ്രൂട്ടി കുടിക്കുക. ഒരാൾക്ക് വരുമ്പോൾ തന്നെ ലാക്ടേജൻ കളിക്കുന്നുണ്ടെന്നുകൊണ്ട് അയാൾ ലാക്ടേജൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എനിക്കും ഷൈചേട്ടനും ചായയും, ഷൈചേട്ടനും പിന്നെ ഈ ചിക്കൻ റോള് മതി പറഞ്ഞു. ഞാനാണെങ്കിൽ എന്താണ് സാൻഡ്വിച്ചാണ്. സത്യം പറഞ്ഞാൽ സാൻഡ്വിച്ച് ഒരു രസമില്ല. ചിക്കനാണെങ്കിൽ പൊരിച്ചതാണ്. ആ പൊരിച്ചതാണെങ്കിൽ ഡബ്ബർ പോലെ ഉണ്ടായിരുന്നു. ഏതായാലും ആ ബ്രെഡ് കൊള്ളായിരുന്നു കേട്ടോ സാൻഡ്വിച്ചിൻ്റെ. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ
തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കിയത് കേട്ടോ. എല്ലായിടത്തും ഇരുടായപ്പോൾ നോക്കൂ എത്ര കാറാണ് പിന്നെ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്, ഓരോ ഫാമിലീസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിക്ക് അത്ഭുതമായിപ്പോയി. ഇങ്ങോട്ട് ആരും വരില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നതാ ഞങ്ങൾ ആ പാർക്കിലൊക്കെ തോന ആളായപ്പോൾ ഞങ്ങൾ കണ്ട് മേലെ ഭാഗത്ത് കയറി ഇരുന്നു കേട്ടോ. അവിടെ ഒന്നും ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആകെ 2 ബെഞ്ചേ ഉള്ളൂ. ആ ബെഞ്ചിലൊക്കെ ആളായി. എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ഞായറാഴ്ചയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ബസ് കിട്ടുമോ തിരിച്ചു പോകാൻ, എല്ലാ ഓട്ടോ കിട്ടുമെന്ന് ഒക്കെ ഒരു പേടിയായിരുന്നു. വിമാനത്തെ വന്നതിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഒരു വിമാനമുണ്ട്, അതാ പറന്നു പോകണം. അതൊക്കെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇനി വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ വീഡിയോ എടുക്കുന്നുണ്ട്, അതെവിടെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ സീ യു. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ.